വാർത്തയിലേക്ക്. ഗസ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ഹമാസ്. മധ്യസ്ഥരെ ഹമാസ് സമ്മതം അറിയിച്ചു. ഖത്തറും ഈജിപ്തുമാണ് നിർദ്ദേശങ്ങൾ ഹമാസിന് മുമ്പിൽ വെച്ചത്. ഗസ സിറ്റി പിടിക്കുമെന്ന ഭയത്തിലാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറാകുന്നതെന്ന് ഇസ്രായേൽ ആരോപിച്ചു. വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രായേലിൽ ലക്ഷങ്ങളുടെ പ്രതിഷേധം. BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, അതായത് സമാധാനത്തിന് വഴിയൊരുങ്ങുകയാണ് എന്ന് വേണോ മനസ്സിലാക്കാൻ? അനീഷ, വീണ്ടും ഒരു വെടിനിർത്തൽ നിർദ്ദേശം ഈജിപ്തും ഖത്തറും ഹമാസിന്റെ മുമ്പിൽ വെക്കുന്നു. ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിന്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. പക്ഷേ പല അറബ് മാധ്യമങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: 60 ദിവസത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ ഈ ഒരു പ്രപ്പോസലിൽ ഉള്ളത്. അതേപോലെ തന്നെ ഈ 60 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ജീവനോടെയുള്ള 10 ബന്ദികളെ ഹമാസ് വിട്ടു നൽകുക. അതോടൊപ്പം ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുക. ഫലസ്തീനിന്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഷുജായിയെയും അതേപോലെ തന്നെ ബൈത്ലാഹിയെയും അല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങുക. അതേപോലെ തന്നെ നിലവിൽ ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് റഫ അതിർത്തിയിൽ ഗസക്കായി തുറന്നു കൊടുക്കുക. യഥേഷ്ടം ഹ്യൂമാനിറ്റേറിയൻ സാധനങ്ങൾ, അതായത് അവിടേക്ക് വേണ്ട ഭക്ഷണങ്ങളും വെള്ളവും മരുന്നുമടക്കമുള്ള സംവിധാനങ്ങൾ യഥേഷ്ടം ഇങ്ങോട്ട് വരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു 60 ദിവസത്തിനുള്ളിൽ നടക്കേണ്ടത് എന്നൊരു പ്രപ്പോസലാണ് ഹമാസിന്റെ മുമ്പിൽ വെച്ചത് എന്നാണ് പല മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. അത് നിർണായകമാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതുതന്നെയാകും. സമ്പൂർണ്ണ വെടിനിർത്തൽ ഇല്ലാതെ ഇനി ഞങ്ങൾ വെടിനിർത്തലില്ല എന്ന ഹമാസിന്റെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈജിപ്ത് പറയുന്നത് ഇപ്പോൾ ഒരു പൂർണ്ണമായ വെടിനിർത്തൽ എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു 60 ദിവസത്തെ വെടിനിർത്തലിന് സന്നദ്ധമാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗസക്കുള്ളിൽ ഗസ സിറ്റി പിടിക്കാനും അവിടെയുള്ള മുഴുവൻ ആളുകളെയും നീക്കം ചെയ്യാനും അവരൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റാനുമൊക്കെയുള്ള ത്വരിതഗതിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർണായകമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഗസ സിറ്റി പിടിക്കും എന്ന് ഉറപ്പായപ്പോഴാണ് ഹമാസ് ഇത്തരമൊരു വെടിനിർത്തലിന് സന്നദ്ധമായത് എന്ന ആരോപണം ഇസ്രായേൽ ഉന്നയിക്കാനുള്ളൊരു കാരണം അതാണ്. ഇനി ഏറ്റവും പ്രധാനം ഇസ്രായേൽ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ദികളെ വിട്ടു നൽകുക എന്നുള്ളത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ തന്നെ ഇല്ലാത്തതാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്, പരസ്യമായിട്ടല്ല എങ്കിൽ പോലും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച 5 ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം, ഗസയിൽ വെടിനിർത്തണം, ഈ ഗസ പിടിച്ചെടുക്കാനുള്ള പ്ലാനുമായി മുന്നോട്ട് പോകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രകടനം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ആഭ്യന്തരമായിട്ടുള്ള വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ പട്ടിണിക്കൊലക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളുണ്ട്. മാധ്യമപ്രവർത്തകരെ കൊല്ലുന്നതിനുള്ള പ്രതിഷേധങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് പോലും പക്ഷേ അദ്ദേഹത്തിന്റെ വംശഹത്യാ പദ്ധതിയുമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ ഈ ഹമാസിന്റെ പ്രഖ്യാപനം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നാണ് നമുക്കറിയാനുള്ളത്. ഒരുപക്ഷെ ഈ ബന്ദികളെല്ലാം വിട്ടുകിട്ടാൻ വേണ്ടി ഇസ്രായേൽ ഒരു 60 ദിവസത്തെ വെടിനിർത്തലിന് സന്നദ്ധമാകുമോ? അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ അംഗീകരിക്കുക എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 60 ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ പ്രപ്പോസലും കഴിഞ്ഞ കുറേ നാളുകളായി ഹമാസ് സമ്മതിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ചർച്ചയ്ക്ക് വന്നതുമാണ്. അപ്പോഴെല്ലാം അവസാന ഘട്ടത്തിൽ നെതന്യാഹു പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു ദുര്യോഗം ഈ ഒരു പ്രപ്പോസലിന് ഉണ്ടാകുമോ? അതല്ല വീണ്ടും വെടിനിർത്തലിലേക്ക് പോയി 60 ദിവസത്തെ ഒരു താൽക്കാലികമായ ആശ്വാസമെങ്കിലും ഗസയ്ക്ക് കിട്ടുമോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ശരി, ഏതായാലും ഹമാസ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.